പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് കെട്ടിപ്പൂട്ടി വെച്ചതൊക്കെ നാളെ ഇല്ലാതാകും. സുബ്ഹാനല്ലാഹ്, ഇതുപോലൊരു കാഴ്ച ഇനി ഞങ്ങൾക്ക് കാണിച്ചു തരല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരേ മണ്ണിൽ ഒന്നിച്ച് അന്ത്യവിശ്രമം കൊള്ളുകയാണിവർ. പുത്തുമല ശ്മശാനത്തിൽ 8 മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഉള്ളം നുറങ്ങിയ വേദനയോടെ അവരിൽ 8 പേർക്ക് വയനാട് യാത്രാമൊഴി നൽകി. ഒരേ നാട്ടിൽ ജീവിച്ച് ഒരുമിച്ച് ദുരന്തം കവർന്നെടുത്തു 8 പേരെ. ഇനി ഒന്നിച്ച് അന്ത്യവിശ്രമം. ഇവിടെ ജാതിയില്ല, മതമില്ല, അഹങ്കാരമില്ല. മനുഷ്യർ മാത്രമായി മണ്ണിൽ അലിഞ്ഞു ചേരുകയാണ്. തിരിച്ചറിയാത്ത 8 മൃതദേഹങ്ങൾ ഒരുമിച്ച് ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയിൽ സംസ്കരിച്ചു. ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാത്ത ദുരന്തം കവർന്നവരെ കണ്ണീരോടെയാണ് നാട് യാത്രാമൊഴി നൽകിയത്. മേപ്പാടിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ആംബുലൻസിൽ മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് എത്തിയത്. സർവമത പ്രാർത്ഥനകൾക്ക് ശേഷം 8 മൃതദേഹങ്ങളും ആദരവോടെ അന്ത്യാഞ്ജലിയേകി. കണ്ടു നിന്നവരൊക്കെ മനം പൊട്ടിയിരുന്നു. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ 67 മൃതദേഹങ്ങളാണ് ഇനിയും തിരിച്ചറിയാനുള്ളത്. അവരിൽ 8 പേരെയാണ് ഒരേ മണ്ണിൽ അടക്കം ചെയ്തത്. ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും അത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുമെന്ന പ്രതീക്ഷയിലാണ് കൃത്യമായ നമ്പറുകൾ രേഖപ്പെടുത്തിയത്. ഓരോ മൃതദേഹവും സംസ്കരിച്ചത്. മൃതദേഹത്തിന്റെയും ശരീരത്തിലെ ആഭരണങ്ങൾ ഉൾപ്പെടെ വസ്ത്രങ്ങളുടെയും ചിത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. DNA സാമ്പിളുകൾ, പല്ലുകളായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവയും ശേഖരിച്ചു. പോലീസ് മൃതദേഹങ്ങൾ സംബന്ധിച്ച് മേപ്പടി പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിക്കും. തിരിച്ചറിഞ്ഞില്ലെങ്കിലും 8 പേരും അവനവന്റെ പ്രിയപ്പെട്ടവരാണോ എന്നാണ് ഓരോരുത്തരുടെയും ആശങ്ക. സ്തോറ കണ്ണീരോടെ സംസ്കാര ചടങ്ങുകളിലും സർവ പ്രാർത്ഥനകളിലും പങ്കെടുത്ത് ക്യാമ്പുകളിൽ കഴിയുന്നവരും രാത്രി വൈകി നടന്ന സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. എല്ലാ മത ആചാര വിശ്വാസത്തോടു കൂടി അവരുടെ പ്രാർത്ഥനയോടു കൂടി ഒരേ മണ്ണിൽ 8 പേരെയും അടക്കം ചെയ്തു. അവർ 8 പേരും അവരുടെ തന്നെ പ്രിയപ്പെട്ടവരാണോ എന്നാണ് എല്ലാവരുടെയും സംശയം. സുബ്ഹാനല്ലാഹ്, ഇതുപോലുള്ള ദുരന്തത്തിൽ നിന്നും നീ നമ്മളെ രക്ഷിക്കണമേ റബ്ബേ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. എല്ലാവർക്കും സ്വർഗീയ പൂങ്കാവനം തന്നെ റബ്ബ് കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യാം പ്രാർത്ഥനയോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.